ഭാരതപ്പുഴയുടെ ഇരുകരകളിലും മഹാമഖം ആഘോഷിക്കുകയാണ്. രണ്ടിടങ്ങളിലേക്കും ജനലക്ഷങ്ങളുടെ വലിയ പ്രവാഹമാണ്. തവനൂർ ഭാഗത്ത്, അതായത് തവനൂർ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും നിലനിൽക്കുന്ന ഭാഗത്തുള്ള മഹാമഖത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാതാ അമൃതാനന്ദമയി മഠമാണ്. അതുല്യാമൃതമയി അമ്മ നമ്മോടൊപ്പം ചേരുന്നു. താനൂർ മഠാധിപതിയാണ്. അമ്മ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തോന്നുന്നത്? ഈ മാഘമഖ മഹോത്സവം 2016 മുതൽ തിരൂർ ദിനേശൻ്റെയും മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്താലും തുടങ്ങി വെച്ച മാഘമഖം എന്ന ആഘോഷമാണ് ഇന്ന് കുംഭമേളയായി മാറിയത്. കുംഭമേള എന്ന വാക്കിലൂടെ തന്നെ കേരളം മുഴുവൻ അതിശയിച്ച് നിൽക്കുകയാണ്. പ്രയാഗ്രാജിലൊക്കെ പോയി കുംഭമേള കാണാത്ത അനവധി ആൾക്കാർക്ക് തിരുനാവായിലും തവനൂരും നടക്കുന്ന കുംഭമേള കാണാൻ ആദരവോടെ, ആരാധനയോട് കൂടിയിട്ടാണ്, ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ഈ ജനലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്ക് ആത്മീയമായ ഒരു നിർവൃതി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഒരു മൈൻഡിൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അനുഭൂതി ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഓരോ ദിവസങ്ങളും തുടക്കത്തിലുള്ള ജനസഹസ്രങ്ങളല്ല ഇന്ന് കാണുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു അനുഭൂതി നുകരുവാനും ആത്മീയമായ തണലിൽ വിശ്രമിക്കുവാനും വേണ്ടി ഇവിടെ എത്തുന്നത്. നമുക്കറിയാം, എല്ലാവരുടെ മനസ്സുകളും ഇന്ന് വളരെയധികം വ്രണപ്പെട്ടിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ അല്പമെങ്കിലും ആത്മശാന്തി, സമാധാനം, സന്തോഷം ഒക്കെ കിട്ടുവാൻ വേണ്ടി പലയിടത്തേക്കും ജനങ്ങൾ പുറത്തേക്ക് പായുകയാണ്. അമ്മ പറയാറുണ്ട്, 2 തരത്തിലുള്ള ലഹരിയാണ് ഉള്ളത്. ഒന്ന് രാസലഹരിയും ഒന്ന് ഭക്തിയുടെ ലഹരിയും. രാസലഹരി ഇന്നത്തെ യുവാക്കൾ മുഴുവൻ സന്ധ്യ കഴിഞ്ഞാൽ അതിലാണ്. ഭക്തിയുടെ ലഹരിയാണ് ഇന്നിവിടെ കാണുന്നത്. എങ്ങനെയാണ് ഭക്തിയുടെ ലഹരിയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഈ കുംഭമേള കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ നടക്കുന്ന യാഗങ്ങളും പൂജകളും ആചാര്യന്മാരുടെ സത്സംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ മുഴുവൻ ആത്മനിർവൃതിയിലാണ്. കാരണം സത്സംഗങ്ങൾ വരുത്തുന്ന പരിവർത്തനം, ആചാരങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന ഉത്സാഹവും ഉന്മേഷവും എല്ലാം ഇതിൻ്റെ പിന്നിലുള്ളൊരു തത്വം കൂടിയാണ്. ആത്മീയമായ ഉത്കർഷം, അതാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്. അതിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുക, ആചാര്യന്മാരെ സമ്മതിക്കുക, സന്യാസിമാരുടെ അനുഗ്രഹം നേടുക, ഇതാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത്. സത്തുക്കളുടെ പാദം നമസ്കരിച്ചുകൊണ്ട് എല്ലാ തീർത്ഥങ്ങളും സന്യാസിമാരിൽ നിന്നാണ് തുടങ്ങുന്നത്. സന്യാസിമാരെ മഹാതീർത്ഥങ്ങളായി കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങാനും, ഒപ്പം ഭാരതപ്പുഴ, ഭാരതത്തിന് മാത്രം അവകാശപ്പെടുന്ന, ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക നദി ഭാരതപ്പുഴയാണ്. നിള, നമുക്കറിയാം, നിളയുടെ ചരിത്രം രക്തം മണക്കുന്ന യുദ്ധത്തിൻ്റെതായിരുന്നുവെങ്കിൽ ഇന്നത് മാറിക്കഴിഞ്ഞു. കാരണം ഒരു മഹാകുംഭമേള തരുന്ന സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ, അതേപോലെ തന്നെ ധർമ്മമേളയായിട്ട് കുംഭമേള മാറുകയാണ്. കുംഭമെന്ന് വെച്ചാൽ നിറവെന്നാണ്. നിറവിൻ്റെ മേളകൾ, ഒന്നിക്കലാണ് ഈ ഒരു സംഭവത്തിലൂടെ നടക്കുന്നത്. ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇതിന് ആദ്യകാലത്തെന്ന് അറിയാം. ആദ്യം ആളുകൾക്ക് ഇത് അറിയാത്ത കാര്യം, ആദ്യം ഇത്തരത്തിൽ വലിയൊരു മേള, അതിനെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഇതൊക്കെ സാധ്യമാണോ എന്നുള്ള ചോദ്യം, പിന്നെ ഇതിനൊക്കെ സന്യാസിമാരെ പരിഹസിച്ചുകൊണ്ടുള്ള പലരുടെയും പ്രചാരണങ്ങൾ, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷത്തിലൂടെ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ഇത്രമാത്രം ആത്മനിർവൃത്തിയാണ് തോന്നുന്നത് നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് ആത്മാഭിമാനം തരുന്ന അനുഭവങ്ങളാണ് ഇവിടെ. ഒരുപാട് എതിർപ്പുകൾ വന്നു, പക്ഷേ എതിർപ്പുകൾ നമുക്ക് ഒരുപാട് ശക്തിയും തന്നു. അമ്മ പറയാറുണ്ട്, സാധാരണ മിനുമിനുത്ത തറയിലൂടെ കത്തിക്ക് മൂർച്ച കൂടില്ല, പരിപരുത്ത തലത്തിലൂടെ വെക്കുമ്പോഴാണ് മൂർച്ച കൂടുന്നതെന്ന്. തിക്താനുഭവങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നമ്മളൊന്ന് ഉണരുന്നത്. നമുക്ക് കൂടുതൽ ദൃഢത വരുന്നത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ കുംഭമേളയോടനുബന്ധിച്ച് 4 വശത്തുനിന്നും ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ഒരു ഐക്യപ്പെടലാണല്ലോ എല്ലായിടത്തും ശക്തി നൽകുന്നത്. സ്വാഭാവികമായിട്ടും വരും വർഷങ്ങളിൽ ഇരുകരകളിലുമായി നടക്കുന്ന ഈ കുംഭമേള, ഈ മഹാമഖം ഒന്നിച്ചൊരു കുംഭമേളയാകാനുള്ള ഒരു സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? ഒന്നിച്ചു കൂടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വരും കാലങ്ങളിൽ നമ്മൾ സംഘടനകളെല്ലാം, ഇപ്പം മണ്ഡലേശ്വർ സ്വാമി, ആനന്ദവനം ഭാരതിയും നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്ത് ചെയ്യേണ്ടതാണ്.
ഇത് രണ്ടായിട്ട് നടത്തുന്നത് കൊണ്ട് പലരും ചോദിക്കാറുണ്ട് ഇത് രണ്ടാണോ എന്ന്. രണ്ടല്ല. കാരണം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ശിവക്ഷേത്രവും വിഷ്ണുവിൻ്റെ ക്ഷേത്രവും സംരക്ഷിക്കപ്പെടുക. ഇപ്പം നിങ്ങൾ രണ്ട് ക്ഷേത്രങ്ങൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആൾക്കാരാണ് ദർശനത്തിനെത്തുന്നത്. ഞാനിവിടെ വരുന്ന ആ സമയങ്ങൾ ഒരു അന്ത്യത്തിരി പോലും ഇല്ലായിരുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് ഇന്ന് ജനസഹസ്രങ്ങൾ തൊഴുതുന്നതും ആ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം കൂടിയാണ്. അവിടെ തിരുനാവായിൽ എന്താണേലും എല്ലാ ദിവസവും പിതൃകർമ്മത്തിന് ആയിരക്കണക്കിന് ആൾക്കാരെത്തുന്നുണ്ട്. അവിടെ ഒരു പുനരുദ്ധാരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെ സാംസ്കാരികമായ ഉദ്ധാരണത്തിന് ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതാണ് ക്ഷേത്രം. മൂല്യബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ധർമ്മം. ഈ രണ്ട് ക്ഷേത്രങ്ങളെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ തവനൂര് താപസനൂര് എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ യാഗഭൂമി കൂടി സംരക്ഷിക്കപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് കരകളിൽ നിന്ന് രണ്ട് കരകളെ നമ്മൾ ദൃഢപ്പെടുത്തിക്കൊണ്ടുള്ള സാംസ്കാരികമായ കാര്യങ്ങളാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. ഒരിക്കലും ഇത് രണ്ടല്ല. ത്രിമൂർത്തി സ്നാനഘട്ട്, ആ സ്നാനഘട്ടത്തിനെ ഒന്നിപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന പരിപാടികളാണിത്. എന്താണെങ്കിലും സംസ്കൃതിയുടെ പുനർജനിയാണ് നമ്മൾ കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സംസ്കാരം, ധർമ്മത്തിൻ്റെ പുനഃപ്രതിഷ്ഠ, മൂല്യങ്ങളുടെ പുനഃപ്രതിഷ്ഠ, ആചാരങ്ങളുടെ പുനഃപ്രതിഷ്ഠ, പിന്നെ ജനങ്ങളിലുണ്ടാക്കുന്ന ഈ കുംഭമേളയുടെ അതിലൂടെ അനുഭൂതി, അവരെല്ലാവരും തന്നെ എല്ലാം മറന്ന്, ഞാൻ പറഞ്ഞില്ല, ഭക്തിയുടെ ലഹരിയിലാണ്. ഒരു പോസിറ്റീവ് എനർജി, ചൈതന്യവത്തായ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഈ 28 ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് യാഗം നടത്തിയ മാഘമാസം കൂടിയാണിത്. ഈ 28 ദിവസങ്ങൾ സപ്തനദികളുടെ സാന്നിധ്യം നിളയിലുണ്ടാവും. അതിൽ സ്നാനം ചെയ്യുക. അത് പുറത്തെ കുളിയാണെങ്കിൽ നാമജപവും യാഗങ്ങളും സത്സംഗങ്ങളും കൊണ്ട് അകത്തെ കുളി നടക്കുകയാണ്. രണ്ട് കുളിയും രണ്ട് സ്നാനമാണ് നമുക്ക് നടക്കുന്നത്. അതിലുള്ള ആത്മനിർവൃതിയിലാണ് ഓരോ വ്യക്തിയും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളിലും ഇത് മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ജനങ്ങൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ആത്മസായുജ്യം നുകരുവാനും അനുഭൂതി നുകരുവാനും എല്ലാവരും ഇവിടെ എത്തുകയാണ്, ഒഴുകിയെത്തുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇരട്ടി തന്നെ ആൾക്കാരായിരിക്കും എത്തിച്ചേരുക. തുടങ്ങി വെച്ച യാത്ര അത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നൊരു മഹാപ്രയാണമായി മാറുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് അമ്മ പങ്കുവച്ചത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.